ആരോപിച്ചുകൊണ്ടൊരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്ത് നടപ്പാക്കുകയാണ് വേണ്ടത്. 50 കൊല്ലം നിങ്ങൾ തിരിച്ചടവിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. ഇതെന്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ നമുക്ക് വേണ്ടത്. അവിടെ ഉണ്ടായതൊരു തീവ്ര ദുരന്തമാണ് വയനാടിൽ ഉണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു. അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ടെന്ന് പറയാൻ സുരേന്ദ്രൻ ആരാ? സുരേന്ദ്രൻ എന്താ അവകാശമുള്ളത് അടയ്ക്കേണ്ടെന്ന് പറയാൻ? സുരേന്ദ്രനെ അടക്കം സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അവർ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, നാഷണൽ ഗവൺമെൻറ്. ഇത് ഔദാര്യമൊന്നുമല്ല. ഒരു സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം. ആ സഹായിക്കണം. ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. അവർ പല സംസ്ഥാനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ BJP ഭരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിനെ, ഉത്തരാഖണ്ഡിനെ, UP എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന് അത് തരില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? ഈ പാവപ്പെട്ട മനുഷ്യർ അവർ നിൽക്കുന്ന കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോയതാണ്. ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ 50 കൊല്ലത്തിനകം തിരിച്ചടക്കണം എന്നൊരു ഗവൺമെൻറ്റിനോട്, ഇവിടെ ഭരിക്കുന്ന ഞങ്ങളുടെ ഗവൺമെൻറ് ഒന്നും അല്ലല്ലോ, ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലേ. ഇത്രയും നാളായിട്ട് എത്ര നാൾ മുമ്പ് പ്രധാനമന്ത്രി അവിടെ നിന്ന് വന്നുപോയതാ? ഇനി എന്നിട്ട് ഒരു 1.5 മാസം പോലും ബാക്കിയില്ലാത്ത ഈ സമയത്ത് ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് ഈ പൈസ വരുമ്പോൾ എന്നായിരിക്കും ഇത് വരുന്നത്? ഇപ്പം എത്ര ദിവസം ഉണ്ടാവും ഇത് നടപ്പാക്കാൻ? അതൊന്നും ഒരു ശരിയായ രീതിയിലല്ല. ഒരു കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കേണ്ട യാതൊരു വിധത്തിലുള്ള മാന്യതയും പുലർത്താതെ പൂർണ്ണമായ അവഗണന മാത്രമല്ല, ഇതിലൊരു പരിഹാസമുണ്ട്, ഒരു കളിയാക്കലുണ്ട്. ഇത്രയൊക്കെ മതി നിങ്ങൾക്കെന്ന്. അത് ശരിയല്ല. അതിനെതിരായി ഞങ്ങൾ ശക്തമായ നിലപാടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ. ഒരു സംശയം കാര്യത്തിൽ വേണ്ട.